ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്. അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്. ആ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പിലെ ബേസിക് കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് അല്ല, എങ്ങനെ നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ അക്കൗണ്ട്സുകൾ തയ്യാറാക്കും, ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ തയ്യാറാക്കും എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പിലെ ബേസിക് കോൺസെപ്റ്റ്സ്. അപ്പം നമ്മളെല്ലാവരും നമ്മൾ കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചതാണ് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. There are different types of business organization: sole proprietorship, partnership, joint stock companies, cooperative societies, joint Hindu family business organization. These are the various types of business organization. അതിൽ കഴിഞ്ഞ വർഷം നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലെ അക്കൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ജേണൽ തയ്യാറാക്കുക, ലെഡ്ജർ, അതുപോലെ തന്നെ ക്യാഷ് ബുക്ക്, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇവിടെ നമ്മൾ ഇനി പഠിക്കുന്നത് പാർട്ട്ണർഷിപ്പിലെ അക്കൗണ്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിലെ അക്കൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ആദ്യമേ തന്നെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷം പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ കൂടെ ഒന്നുകൂടെ നമ്മൾ അതൊന്ന് റിവൈസ് ചെയ്യാണ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്? അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രത്യേകത? അവിടെ 2 or more persons ആർ എൻഗേജ്ഡ്. 2 അതിൽ കൂടുതൽ വ്യക്തികൾ ചേർന്ന് ഒരു ബിസിനസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളെ ഗവേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് ആ ആക്ടിൽ അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചെല്ലാവരും. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profits of a business carried on by all or any of them acting for all. ഇതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ച് പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹൂ ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അവിടെ. അവരെന്ത് ചെയ്യുന്നു? ഹൂ ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ്. അവർ ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേർന്നു. എന്തിന്? ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. എന്താ അവിടെ പറയുന്നത്? ഒരു ബിസിനസ് ക്യാരി ഓൺ ചെയ്യാമെന്നും ആ ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്നത് എല്ലാവർക്കും കൂടി വേണമെങ്കിൽ ആ ബിസിനസ് ക്യാരി ഓൺ ചെയ്യാം, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, അതിൽ ഏതെങ്കിലും ഒരാൾക്ക് ആ ബിസിനസ് മാനേജ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ആ ഡെഫിനിഷനിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഡെഫിനിഷനിൽ പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ profits of a business carried on by all or any of them acting for all. ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ ആ പേഴ്സൺസിനെ പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ്. They are individually known as partners and they are collectively known as firm. അപ്പോൾ അവരൊന്നിച്ച് നമ്മൾ പറയുന്ന പേര് ഫേം എന്നും, അവർ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോരുത്തരും പറയുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം അവിടെ പറയുന്ന ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് 2 or more persons. അതായത് 2 അതിൽ കൂടുതലോ വ്യക്തികൾ ഉണ്ടായിരിക്കണം. അപ്പോൾ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ക്യാരി ഓൺ എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഈസ് 2. ഇനി ഇതിൽ തന്നെ അതിൻ്റെ മാക്സിമം നമ്പറിനെ കുറിച്ചും പറയുന്നുണ്ട്. മാക്സിമം നമ്പറിൻ്റെ കാര്യത്തിൽ അവിടെ ഓപ്ഷനാണ്. അതായത് ഇൻ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ് ദ മാക്സിമം നമ്പർ ഈസ് 10.
ഒരു ബാങ്കിങ് ബിസിനസ്, ഒരു ഫൈനാൻസ് പോലെയുള്ള ഒരു ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അവിടെ മാക്സിമം നമ്പർ 10 ആയിരിക്കും. ദെൻ എനി അതർ ബിസിനസ്, ബാങ്കിങ് ബിസിനസ് അല്ലാത്ത വേറെ ഏതൊരു ബിസിനസ് ആണെങ്കിലും അവിടെ പാർട്ട്നേഴ്സിൻ്റെ എണ്ണം മാക്സിമം 20 വരെ ആകാം. അതാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് 2 or more persons. രണ്ടാമതായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് എഗ്രിമെൻറ്റ്. അതായത് ആ ഡെഫിനിഷനിൽ പറയുന്നത് പോലെ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ, ഈ വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. എഗ്രിമെൻറ്റ്, അവർ തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് നമുക്ക് പറയാം. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് ടു ക്യാരി ഓൺ എ ബിസിനസ്. മൂന്നാമതായിട്ട് ബിസിനസ്, അതായത് ഒരു ബിസിനസ് ആയിരിക്കും അവർ ക്യാരി ഓൺ ചെയ്യുന്നത്. ബിസിനസ് എന്ന് പറയുമ്പോൾ അതൊരു ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കണം, നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം അവർ ക്യാരി ഓൺ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നാലാമത്തെ ഫീച്ചറിൽ പറയുന്നത് മ്യൂച്വൽ ഏജൻസി. അവർ തമ്മിലൊരു ഏജൻസി റിലേഷൻഷിപ്പ് ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതായത് എല്ലാവർക്കും കൂടി വേണമെങ്കിൽ ബിസിനസ് ക്യാരി ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ബിസിനസ് ക്യാരി ഓൺ ചെയ്യാം. അപ്പോൾ അവർ തമ്മിലുള്ളൊരു മ്യൂച്വൽ ഒരു ഏജൻസി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് പറയുന്നു ഷെയറിങ് ഓഫ് പ്രോഫിറ്റ്സ്. അതായത് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടമായാലും അത് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യണം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലാണെങ്കിൽ കിട്ടുന്ന ലാഭം മുഴുവനും അത് ഓണർക്കുള്ളതാണ്, ഒരാൾക്ക് തന്നെയാണ്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യണം. അത് അവരുടെ എഗ്രിമെൻറ്റിൽ പറയും, ഏത് രീതിയിലാണ്, ഏത് റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത് എഗ്രിമെൻറ്റിൽ പറയും. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിങ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ദെൻ ആറാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ലയബിലിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിലെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അതായത് ഒരു പരിധിയിൽ എവിടെ വരെ വേണമെങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ അത് ഉപയോഗിക്കാനുള്ള ആ ഒരു ബാധ്യത, ലയബിലിറ്റി പാർട്ട്നേഴ്സിനുണ്ട്. അപ്പോൾ എത്രത്തോളം കടം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബാധ്യതകൾ ബിസിനസ്സിനുണ്ടാകുന്നോ അത് മുഴുവനും ഏറ്റെടുക്കാനുള്ള ആ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ഇനിയുണ്ട് അതിൽ വേറെയും ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 5-6 പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ കേസിൽ 2 or more പേഴ്സൺ വേണം. മാക്സിമത്തിൻ്റെ കേസിലും പറഞ്ഞു 10 ആണ്. ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 20, നോൺ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ. ദെൻ ദർ മസ്റ്റ് ബി ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വേണം. അവർ ക്യാരി ഓൺ ചെയ്യുന്നത് ഒരു ബിസിനസ് ആയിരിക്കും. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഏജൻസി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ഷെയർ ചെയ്യണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അവസാനമായിട്ട് ഇവിടെ പറയുന്നു പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നുള്ളത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞു എഗ്രിമെൻ്റ് ഉണ്ടെന്ന്. പാർട്ട്നേഴ്സ് തമ്മിലൂടെ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓറൽ ആയിരിക്കാം, റിട്ടൺ ആയിരിക്കാം. ദർ മേ ബി ആൻ ഓറൽ എഗ്രിമെൻ്റ് ഓർ റിട്ടൺ എഗ്രിമെൻ്റ്. അങ്ങനെയാണെങ്കിൽ ആ റിട്ടൺ എഗ്രിമെൻറ്റിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ റിട്ടൺ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ റിട്ടൺ എഗ്രിമെൻറ്റിനെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിനെ വേറൊരു പേരിലും അറിയപ്പെടും ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇനി ആ റിട്ടൺ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയാണ് നമ്മൾ എഴുതി വയ്ക്കുക? പ്രധാനമായിട്ടും ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ്, പാർട്ട്നേഴ്സിൻ്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ്സ്, അതുപോലെ എന്തൊക്കെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വയ്ക്കും? അതിന് നമ്മൾ പറയുക കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുക. കണ്ടൻസ്
അപ്പോൾ വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പ്രധാനമായിട്ടും നെയിം ഓഫ് ദ ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, ദെൻ നേച്ചർ ഓഫ് ബിസിനസ്, ലൊക്കേഷൻ ഓഫ് ബിസിനസ്, then capital contributed by each partners, their profit sharing ratio, remuneration to partners, then interest on capital or interest on drawings if any, date of commencement of business, etc. അപ്പോൾ ആ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു റിട്ടേൺ എഗ്രിമെൻറ്റിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കണ്ടൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് എല്ലായ്പ്പോഴും ഇങ്ങനെ റിട്ടേൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി റിട്ടേൺ ആയാൽ അതിന് ചില ഗുണങ്ങളുണ്ടായിരിക്കും. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ റിട്ടേൺ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്? എന്തായിരിക്കും അതിൻ്റെ പ്രത്യേക ഗുണങ്ങൾ എന്ന് പറയുന്നത്? അതായത് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ്, ക്വാറൽസ്, etc. In order to avoid these disputes or quarrels, the agreement must be written. അതായത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വഴക്കുകൾ, തർക്കങ്ങൾ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നല്ലത് ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് റിട്ടൺ ആയിരിക്കണം. അതാണ് അതിൻ്റെ റിട്ടൺ ആയാലുള്ള അതിൻ്റെ ഗുണം. അപ്പോൾ ഓറൽ ആകാം, റിട്ടൺ ആകാം. റിട്ടൺ ആയാൽ അതിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നു മാത്രം. ഇനി ചില പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഇങ്ങനെയുള്ള റിട്ടൺ എഗ്രിമെൻ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ ചിലപ്പോൾ ഓറലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഓറൽ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ റിട്ടൺ എഗ്രിമെൻ്റ് ഇല്ലാത്തൊരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രൊവിഷൻസ്, അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ചില പ്രൊവിഷൻസ് പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഇതുപോലെയുള്ള റിട്ടൺ എഗ്രിമെൻ്റ് ഇല്ല, ഡീഡില്ല. അത്തരത്തിലുള്ളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട ചില റെലവൻ്റ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ദ പ്രോഫിറ്റ് മസ്റ്റ് ബി ഷെയർഡ് ബൈ ദ പാർട്ട്നേഴ്സ് ഈക്വലി. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ എങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്യണം? ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. അതാണ് ഒന്നാമത്തെ പ്രൊവിഷനിൽ. രണ്ടാമത്തേൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള പ്രൊവിഷൻ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് നോട്ട് അലൗഡ് ടു പാർട്ട്നേഴ്സ്. അതായത് അവരുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് അലൗ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. മൂന്നാമതായിട്ട് പറയുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് അവർ വിഡ്രോ ചെയ്ത എമൗണ്ട്, പേഴ്സണൽ പർപ്പസിന് വേണ്ടി അവർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ടാണ് ഡ്രോയിങ്സ്. അപ്പോൾ അങ്ങനെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് മൂന്നാമത്തെ പ്രൊവിഷനിൽ പറയുന്നത്. അതായത് അവിടെയും ആ ഡീഡിൻ്റെ അഭാവത്തിൽ പറയുന്നതാണ് നോട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ചാർജ്ഡ്. ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാൻ പാടില്ല. നാലാമതായിട്ട് പറയുന്നു ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അതായത് ഏതെങ്കിലും പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് പുറമേ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് ഏതെങ്കിലും തുക പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് അവർ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് the interest on loan is allowed at 6% per annum. 6% ഇൻട്രസ്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്നത്. 6% ഇൻട്രസ്റ്റേ അതിന് കൊടുക്കാൻ പാടുള്ളൂ ലോൺസ് ആൻഡ് അഡ്വാൻസിന്. അവസാനമായിട്ട് പറയുന്നു റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. അതായത് നമ്മളെ ഡെഫിനിഷനിൽ പറഞ്ഞു ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആയിരിക്കാം ആ ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഹീസ് നോൺ ആസ് ആൻ ആക്റ്റീവ് പാർട്ട്ണർ. അങ്ങനെയുള്ള ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെ കുറിച്ചാണ് അവസാനമായിട്ട് പറയുന്നത്. അത് ചിലപ്പോൾ സാലറി ആകാം, കമ്മീഷൻ ആകാം. അങ്ങനെ സാലറി കമ്മീഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അഭാവത്തിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരു ബിസിനസ് ആണെങ്കിൽ അവിടെ പറയുന്നത് നോ റെമ്യൂണറേഷൻ ഈസ് അലൗഡ് ടു പാർട്ട്നേഴ്സ്. അതായത് അത്തരത്തിലുള്ള ആക്റ്റീവ് പാർട്ട്നേഴ്സിന് ഒരു തരത്തിലുള്ള റെമ്യൂണറേഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു 6
കാര്യത്തെക്കുറിച്ച് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊവിഷൻസ് പറയുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം. ഇത്തരം കാര്യങ്ങൾ ബാധകമാവുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രൊവിഷൻസൊക്കെ ബാധകമാവുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.